أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. صدق الله العظيم. സൂറത്തുൽ ആൽ ഇംറാൻ 79-80 ആയത്തുകൾ. മാക്കാന ലി ബശരിൻ, ഒരു മനുഷ്യന് യോജിച്ചതല്ല, അല്ലെങ്കിൽ ശരിയാകുന്നതല്ല, ഭൂഷണമല്ല, പാടുള്ളതല്ല എന്നൊക്കെ അർത്ഥത്തിൽ മാക്കാന എന്നത് വരും. മാക്കാന ലി ബശരിൻ, ഒരു മനുഷ്യനും ചേർന്നതല്ല. അയ്യുത്തിയഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് നൽകുക, അൽ കിതാബ വേദഗ്രന്ഥം, വൽ ഹുക്മ ഹുക്കുമും, വൻ നുബുവത നുബുവത്തും, സുമ്മ യഖൂല ലിന്നാസി, പിന്നെ അദ്ദേഹം ജനങ്ങളോട് പറയുക, കൂനു ഇബാദല്ലി, എന്റെ അടിമകളാകുവിൻ, മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ, വലാക്കിൻ പക്ഷേ, കൂനു നിങ്ങൾ ആകുവിൻ, റബ്ബാനിയീന റബ്ബിന്റെ ആളുകൾ, റബ്ബിനോട് ഭക്തിയുള്ളവർ എന്നർത്ഥം. ബിമാ കുന്തും നിങ്ങളായതുകൊണ്ട്, തുഅല്ലിമൂനൽ കിതാബ വേദഗ്രന്ഥം പഠിച്ചവർ, പഠിപ്പിക്കുന്നവർ, വബിമാ കുന്തും നിങ്ങളായതുകൊണ്ട്, തദ്റുസൂൻ പഠിക്കുന്നവർ, വലാ യഅ്മുറക്കും നിങ്ങളോട് കൽപ്പിക്കലും അദ്ദേഹത്തിന് പറ്റുന്നതല്ല, അൻ തത്തഖിദു നിങ്ങൾ സ്വീകരിക്കാൻ, അൽ മലായിക്കത്ത മലക്കുകളെ, വൻ നബിയീന നബിമാരെയും, അർബാബ റബ്ബിന്റെ ബഹുവചനം, റബ്ബൻ എന്നതിന്റെ ബഹുവചനം അർബാബൻ, റബ്ബുകളായിട്ട്, യജമാനന്മാരായിട്ട്, അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട്. അയ ഉമുറുക്കും ബിൽ കുഫ്രി, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമോ, ബിൽ കുഫ്രി നിഷേധം കൊണ്ട്, ബഅദ ഇത് അന്തും മുസ്ലിമൂൻ, ബഅദ ഇത് അന്തും നിങ്ങളായിരുന്നതിന് ശേഷം, മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം നിഷേധികളാകാൻ അദ്ദേഹം നിങ്ങളോട് എങ്ങനെ കൽപ്പിക്കുമോ? ഇതും ഒരു ചോദ്യമാണ് വേദക്കാരെ, പ്രത്യേകിച്ചും അതിലെ ക്രിസ്ത്യാനികളെ ഉന്നം വെച്ചുകൊണ്ട്. നമ്മൾ ഓർമ്മയുണ്ടാക്കണം, ക്രിസ്ത്യാനികളുമായുള്ള സംവാദത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല. എന്ത് മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല? അള്ളാഹു താല നബിയാക്കിയിട്ട് പിന്നെ അദ്ദേഹം പോയി പറയാ, അള്ളാനെ വേണ്ടാന്ന് വെച്ചോളൂ, എന്റെ അടിമകളാകൂ എന്ന്. അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ പറയുകയില്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞതിന്റെ മൊത്തം. മാക്കാനലി ബഷരിൻ, ഒരു മനുഷ്യനും ചേർന്നതല്ല, അല്ലെങ്കിൽ ശരിയാകുന്നതല്ല, പാടുള്ളതല്ല. അയ്യുത്തിയഹുല്ലാഹു അള്ളാഹു അദ്ദേഹത്തിന് നൽകുക, അൽ കിതാബ വേദഗ്രന്ഥം. ഈസാ അലൈഹിസ്സലാം ആണ് ഇത് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരിക. ഈസാ അലൈഹിസ്സലാമിന് ഇഞ്ചീൽ നൽകുക. വൽ ഹുക്കുമ, ഹുക്കുമ എന്ന് പറഞ്ഞാൽ അഗാധമായ ജ്ഞാനവും അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള കഴിവും. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഹുക്കുമ എന്നാണ് മുഫസ്സിറുകൾ പലരും വിശദീകരിക്കുക. അഥവാ അള്ളാഹു ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ഹറാമാണ് ഇന്നത് ഹലാലാണ് എന്നൊക്കെ വിധിക്കുവാൻ ഒരു അധികാരമുണ്ട് അള്ളാഹുവിന്റെ റസൂലുമാർക്ക്.
നമുക്കറിയാലോ, അത്യുല്ലാഹ വ അത്യുർ റസൂല വ ഉലിൽ അംരി മിൻകും, അള്ളാഹുവിനെയും റസൂലിനെയും നേതൃത്വത്തെയും അനുസരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൻ നിസാഇല്. അതുപോലെ അത്യുല്ലാഹ വ അത്യുർ റസൂൽ. ദീനുൽ ഇസ്ലാമില് നിയമത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അള്ളാഹുവും റസൂലുമാണ്. അള്ളാഹു നിർബന്ധമായി കൽപ്പിക്കാത്ത ഒരു സാധനം റസൂലിന് നിർബന്ധിക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു നിരോധിക്കാത്ത ഒരു സാധനം റസൂലിന് നിരോധിക്കാം. പക്ഷെ അതൊക്കെ അള്ളാഹു പറഞ്ഞതിന്റെ അനിവാര്യമായ താല്പര്യങ്ങൾക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വഹിയിലൂടെയോ അല്ലാതെയോ കൊടുത്ത ഇൽമ അനുസരിച്ച് ചെയ്യുന്നതാണ്. അതൊരു അധികാരമാണ്. അള്ളാഹ്ക്കാണ് അസലിൽ ഹുക്കും ഉള്ളത്. അള്ളാഹിന്റെ ഹുക്കും അനുസരിച്ച് ഹുക്കും നടത്തുവാനുള്ള അധികാരം റസൂലുള്ളമാർക്ക് അള്ളാഹു താല കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ഹുക്കും എന്ന് പറയുക. അഥവാ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് വിധി കൽപ്പിക്കുവാനുള്ള അധികാരം അള്ളാഹ് കൊടുത്തു. കിതാബ് കൊടുത്തു, ഹുക്കുമും കൊടുത്തു. വൻ നുബുവത്ത, നുബുവത്തും കൊടുത്തു, അഥവാ നബിയുടെ പദവി അതും കൊടുത്തു. സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനി, എന്നിട്ട് അദ്ദേഹം പോയി പറയുക, നിങ്ങൾ അള്ളാന്റെ അല്ല എന്റെ ദാസന്മാരാകൂ, അഥവാ എന്നെ ദൈവമാക്കൂ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് നിങ്ങളുടെ യജമാനൻ, ഞാനാണ് നിങ്ങളുടെ ദൈവം. അങ്ങനെയൊക്കെ പോയി പറയുക എന്നത് ഇങ്ങനെ നുബുവത്തും കിതാബും ഹുക്കുമും ഒക്കെ കൊടുത്ത ഒരു മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല. അങ്ങനെയൊന്നും ഒരാൾ ചെയ്യൂല. എന്താ പറയണത്? അള്ളാഹുവിന് പുത്രന്മാരുണ്ട്, അല്ലെങ്കിൽ ത്രിയേകത്വം എന്നൊക്കെ പറയുന്ന ദൈവസങ്കല്പം. ഈസാ അലൈഹിസ്സലാം വന്നു ഇങ്ങനെ പറഞ്ഞു എന്നാണല്ലോ വിശ്വാസം. അള്ളാഹു പറയാണ് അത് മനുഷ്യബുദ്ധിക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. അള്ളാഹു റസൂലായിട്ട് അയച്ച ഒരാള് വന്നിട്ട് അള്ളാനെ വിട്ടേക്കൂ, എന്നെ ദൈവമാക്കിക്കൊള്ളൂ എന്നൊന്നും ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ പറയില്ല. കാരണം എന്താണ്? ഈ മനുഷ്യന് സാധാരണ അദ്ദേഹത്തിന്റെ പ്രബോധിതരായ ആളുകൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ നേരിട്ടറിയാം. അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുകയും ചെയ്താൽ കിട്ടുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച്, അള്ളാഹുവിന്റെ നടപടിക്രമത്തെക്കുറിച്ച് വളരെ കാര്യമായ അറിവും ബോധവും ഉള്ള ആളാണ് അള്ളാഹുവിന്റെ റസൂലുമാര്. അങ്ങനെ അവർക്ക് നല്ല ബോധ്യവും അറിവുമുള്ള ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ട് അവരെങ്ങനെ ചെയ്യും? സാധാരണഗതിയിൽ മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല. ഒരാൾ പറയുന്നത് ആളുകൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ, വിശ്വസിക്കാതിരിക്കുമ്പോൾ ആ പറയുന്നതിന് എതിരെ ആളുകൾ ചെയ്യും. അതേ സമയത്ത് ഇത് നേരിട്ട് അറിയുന്ന ഒരാൾ അതിന് വിരുദ്ധമായിട്ട് അയാൾ തന്നെ പ്രവർത്തിക്കുമോ? വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ വീടിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ടയാള് തീ പിടിച്ചിട്ടുണ്ട് എന്നത് വെറുതെ പറയുകയാണ്, ഞാനിവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കൂലല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ള കാര്യത്തിന് വിരുദ്ധമായി പറയുക എന്നത്. അതുകൊണ്ട് യേശു ദൈവപുത്രനാണ് എന്നും ദൈവമാണ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് തന്നെ യോജിക്കാത്ത കാര്യമാണ്. മറ്റു തെളിവുകൾ പിന്നെയാണ്, കേട്ടാൽ തന്നെ മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എന്താണ് പറയുക? അള്ളാഹു അയച്ച നബിമാര് പറയുക എന്താണ്? കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകുവീൻ. റബ്ബാനി എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളികള് അത് കേൾക്കുമ്പോ വേഗം ഒരു രണ്ട് റബ്ബ് എന്നുള്ള അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരും. റബ്ബുൻ ഒരു റബ്ബ്, റബ്ബാനി അല്ലെ, രണ്ട് റബ്ബ്. അതല്ല, റബ്ബാനി എന്നാണ്. അഥവാ റബ്ബിന്റെ ആളുകൾ. റബ്ബാനി, ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ ആളുകളെ പേര് കേൾക്കാം. ബുർഹാനുദ്ദീൻ റബ്ബാനി. റബ്ബാനി എന്ന് പറഞ്ഞാൽ മുത്തഖി. മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ ഉള്ള ഒരു പ്രയോഗമാണ് റബ്ബാനി എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതാണ്. അള്ളാഹുവിന്റെ ആൾ, അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നയാൾ, അള്ളാഹുവിന്റെ ആൾ എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോഗമാണ്. റഹ്മാനി, അങ്ങനെ ഏത് വാക്കും അങ്ങനെ ആക്കും. റഹ്മാൻ, റഹ്മാനി, റബ്ബൻ, റബ്ബാനി, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള നൂറുൻ, നൂറാനി, അള്ളാഹു പ്രകാശം എന്നുള്ളവർക്ക് നൂറാനി എന്ന് പറയും. ഇങ്ങനെയൊക്കെ പല വാക്കുകളും ആ ഇനത്തിൽ വരാറുണ്ട്. അങ്ങനെയാണ് പറയുക. വലാക്കിൻ കൂനു റബ്ബാനിയീന,
നിങ്ങൾ അള്ളാഹുവിനോട് നല്ല ഭക്തി പുലർത്തുന്ന അവനോടൊട്ടിയ ആളുകളായി തീരുവീൻ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ ഒരു മനുഷ്യൻ, നുബുവത്തും കിതാബുമൊക്കെ ആയിട്ട് വരുന്ന ഒരു മനുഷ്യൻ പറയുക അങ്ങനെയാണ്. അതിനെന്തൊരു കാരണമുണ്ട്. ഒരാൾക്ക് വന്നിട്ട് വ്യാജം പറഞ്ഞ് പറ്റിക്കാൻ കഴിയാത്ത ചില സംഗതികൾ അവിടെ ഉണ്ട്. അതെന്താ? ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ, നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള കിതാബ് ആളുകളെ പഠിപ്പിക്കുന്നവരാണല്ലോ. ബിമാ കുന്തും തദ്റുസൂൻ, നിങ്ങളത് പഠിക്കുന്നവരുമായിരുന്നല്ലോ. നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വേദഗ്രന്ഥം അത് പ്രകാരം ചെയ്യണം എന്നാണ് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുക. കാരണം വേദഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാര്, പുരോഹിതന്മാരുമായ ആളുകൾ. അവര് പഠിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരാണ് ബാക്കിയുള്ള സമുദായ അംഗങ്ങൾ. അത്തരം ആളുകളോട് നബിമാര് വന്നിട്ട്, ഈസാ അലൈഹി സ്വലാം വന്നിട്ട് എന്താ പറയാ? നിങ്ങൾ ആ പഠിച്ചത് പ്രകാരം ജീവിക്കൂ. നിങ്ങൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥ പ്രകാരം ജീവിക്കൂ. ഇത് ഇന്നും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നതാണ്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അഥവാ തൗറാത്ത് വേണ്ടെന്ന് പറയാനല്ല, തൗറാത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. അപ്പൊ ഈസാ അലൈഹി സ്വലാം പറയെന്താ? നിങ്ങൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആ വേദഗ്രന്ഥം ഉണ്ടല്ലോ, അതനുസരിച്ച് ജീവിക്കൂ. അഥവാ അതനുസരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഭക്തി പുലർത്തുന്ന ആളുകൾ ആയി തീരൂ എന്നേ ഒരു മനുഷ്യൻ പറയുകയുള്ളൂ. വലാ യഅ്മുറക്കും, മാക്കാനലി ബഷരിൻ എന്ന് പറഞ്ഞതിലേക്ക് ചേർത്താണ്. അദ്ദേഹത്തിന് പറ്റിയതല്ല. എന്ത് പറ്റിയതല്ല? വലാ യഅ്മുറക്കും, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കലും പറ്റിയതല്ല, കൽപ്പിക്കലും അല്ല എന്നാണ് വാക്കിന്റെ അർത്ഥം. വലാ യഅ്മുറക്കും, എന്ത് കൽപ്പിക്കുക? അൻ തത്തഖദുൽ മലായികത വൻ നബിയ്യിന അർബാബ, മലക്കുകളെയും നബിമാരെയും റബ്ബുകളാക്കുക. മലക്കുകളെയും നബിമാരെയും റബ്ബുകളാക്കൂ എന്ന് കൽപ്പിക്കലും അദ്ദേഹത്തിന് നുബുവത്തുമായി കിതാബുമായിട്ട് വന്ന ഒരു മനുഷ്യന് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുകയില്ല. അത് മലക്കുകളെ റബ്ബുകളാക്കുക എന്ന് പറഞ്ഞത് എന്താ? മലക്കുകളെ ആരാധിക്കുന്ന ആളുകള് വേദക്കാരിലും അവരോടൊപ്പമുള്ളവരിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നബിമാരെ റബ്ബുകളാക്കിയത്, അതിന്റെ ഉദാഹരണം ഈസാ അലൈഹി സ്വലാം തന്നെയാണ്. പിന്നെ ഉസൈർ അലൈഹി സ്വലാം നബിയാണോ അല്ലേ എന്ന് വ്യക്തമല്ലാത്ത വ്യക്തിത്വമാണ്. അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെയും മരിച്ചുപോയ നബിമാരെയും ഒക്കെ, അതുപോലെ മലക്കുകളെ, ജിന്നുകളെ ഒക്കെ അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിക്കണം എന്നും അള്ളാഹു അയച്ച ഒരു നബി വന്ന് പറയുകയില്ല. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആ യഅ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ, ഈ മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളെ കാഫിറാക്കാനാണോ അദ്ദേഹം വരുന്നത്? അഥവാ ഈസാ അലൈഹി സ്വലാം വരുന്നതിന്റെ മുമ്പ് യഹൂദന്മാർക്ക് ദൈവത്തിന് പുത്രനുണ്ട് എന്ന് സങ്കല്പിക്കുന്ന പരിപാടി പൊതുവിലില്ല. ചില വിഭാഗങ്ങളിൽ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറയുന്ന രീതിയുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലാക്ക് മോനുണ്ട് എന്ന് പറയുന്ന പരിപാടി ഇല്ല. അങ്ങനെ ഒരർത്ഥത്തിൽ അവർ മോമിനുകളാണ്. ആ മോമിനുകളായ ആളുകളെ കാഫിറാക്കാനാണോ ഈസാ അലൈഹി സ്വലാം വരിക, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു നബി വരിക എന്നാണ് ചോദ്യത്തിന്റെ മർമ്മം. യഅ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. വേദക്കാരായ പണ്ഡിതന്മാര്, പുരോഹിതന്മാരോട് ഈസാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് അനുസരിച്ച് ജീവിക്കൂ എന്നാണ്. ആ നിലയ്ക്ക് ഈ ആയത്ത് മദീനയിലും പരിസരത്തുള്ള യഹൂദന്മാർക്ക് കൂടി കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ മൊത്തമായി ഉന്നം വെച്ചുകൊണ്ടാണ് പിന്നെ നബിമാരെ റബ്ബുകളാക്കാൻ പറയില്ല എന്ന് സൂചിപ്പിക്കുന്നത്. മുശ്രിക്കുകളിലേക്ക് ചൂണ്ടുന്നതാണ്. മുശ്രിക്കുകളിൽ ഉള്ള വിശ്വാസമാണ് അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന വിശ്വാസം. അത് ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ് എന്നാണ് അവരുടെ വാദം. ഇതൊന്നും അള്ളാഹു നബിയാക്കി അയച്ച ഒരു മനുഷ്യൻ വന്ന് പറയുന്ന വർത്തമാനമല്ല.
കാരണം അല്ലാഹു തആല റസൂലുമാരെ അയക്കുന്നത് മുസ്ലിമായവരെ കാഫിറാക്കാനല്ല, ഇസ്ലാം അറിയാത്തവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് എന്ന് സംവാദത്തിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുകയാണ്. അതിന് ഉപോത്ബലകമായ മറ്റു കാര്യങ്ങൾ അടുത്ത ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.